പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സേതുലക്ഷ്മി വേദയെ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ച ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അമ്പരപ്പോടെ വേദ ആ പുസ്തകങ്ങളെല്ലാം നോക്കിക്കാണുമ്പോഴേക്കും സേതുലക്ഷ്മി വേദയോടായി പറയുന്നുണ്ട്, തരുണിന്റെ അച്ഛന്റെ സമ്പാദ്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഏറ്റവും നന്നായി ഉപയോഗിച്ചത് തരുണ. സിവിൽ സർവീസിന് പോവാൻ തീരുമാനിച്ചതു മുതൽ ഈ മുറിയായിരുന്നു അവന്റെ ലോകം. ഈ പുസ്തകങ്ങളായിരുന്നു അവന്റെ കൂട്ടുകാർ. ഈ മുറിയിൽ അവന്റെ കമ്പ്യൂട്ടർ ഉണ്ട്, വൈഫൈ കണക്ഷൻ ഉണ്ട്. ലോകത്തിലുള്ള ഏതറിവും നിന്റെ വിരൽത്തുമ്പിൽ കിട്ടും. മനസ്സുകൊണ്ട് നീ തയ്യാറെടുത്താൽ മാത്രം മതിയെന്ന് സേതുലക്ഷ്മി പറയുന്നതുകൾക്ക് അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വേദയും സംശയത്തോടെ ചോദിക്കുക. നീ LLB കഴിഞ്ഞവളാണെന്ന് എനിക്കറിയാം, പക്ഷേ ഏതെങ്കിലും വക്കീലിന്റെ കീഴിൽ ജൂനിയറായി പ്രാക്ടീസ് തുടങ്ങിയതുകൊണ്ട് മാത്രം നിനക്കൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കഴിയില്ലെന്നല്ല, അതിന് സമയവും കാലവും എടുക്കും. ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്ന, അന്തസ്സുള്ള വരുമാനവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരു ജോലി വേണം നിനക്ക്. അടുത്ത UPSC എക്സാം എഴുതണം. നിനക്കതിന് സാധിക്കും, വിജയിക്കാനും കഴിയും. അത് കഴിയുന്ന ദിവസം മാത്രമേ തരുൺ എല്ലാ സത്യങ്ങളും അറിയാൻ പാടുള്ളൂ. നിന്റെയും മോളുടെയും സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ് മോളെ എന്ന് പറഞ്ഞവളെ മോട്ടിവേറ്റ് ചെയ്ത് സേതുലക്ഷ്മി ഷെൽഫിൽ നിന്നൊരു പുസ്തകമെടുത്ത് വേദയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ ജയിൽ വളപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് നിൽക്കുകയാണ് ആൻഡ്രൂസ്. അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വന്ന്, സാർ എന്നോട് പറഞ്ഞില്ലേ ജയിലിലെ ജീവിതം ഒരു ട്രെയിനിങ് സെഷൻ ആയിട്ട് കാണണമെന്ന്. ഞാൻ അത് തീരുമാനിച്ചു. ഇടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം വീണ്ടും തുടരണം സാർ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛന്റെ മുന്നിൽ കാണിക്കാൻ എനിക്ക് നേട്ടത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അച്ഛന്റെയും സ്വപ്നം അതായിരുന്നു. എന്തെങ്കിലും നേടിക്കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല സാർ എന്നൊക്കെ വിക്രം പറയുന്നതിൽക്ക് താൻ സീരിയസ് ആയിട്ടാണോ എന്ന് സാറും ചോദിക്കും. അതെ സാർ, ഇവിടെ നിന്നിറങ്ങി അച്ഛനെയും വേദയെയും കാണും. ഒരു പുതിയ ജീവിതത്തിനുള്ള അടിത്തറ ഒരുക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയതെന്ന് അവർക്ക് തോന്നണം എന്നവൻ പറയുന്നതുകൾക്ക്, അതെ, ജയിലിലൊരു നല്ല ലൈബ്രറി ഉണ്ട്. നാളെ മുതൽ തനിക്ക് അതിന്റെ ചാർജ് തരാം. പഠിക്കാൻ ഏറ്റവും നല്ല അന്തരീക്ഷം പുസ്തകങ്ങൾക്കൊപ്പമല്ലേ. പഠിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ എത്തിച്ചു തരാം. തുടങ്ങിക്കോ. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ സാറ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൾക്ക് താങ്ക് യു സാർ എന്ന് സന്തോഷത്തോടെ വിക്രമും പറയുക. ഒരാളുടെ വിജയം എപ്പോഴും അയാളുടെ തീരുമാനങ്ങളാണ് വിക്രം. ഇപ്പോഴാണ് നിന്റെ ഡിസിഷൻ കറക്റ്റ് ആയത്, കൺഗ്രാറ്റുലേഷൻസ് എന്ന് ആൻഡ്രൂസ് സാറും അവനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ വിക്രവും വേദയും തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വാശിയോടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങളുടെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ വേദ വിജയിക്കുകയാണ്. കൂടെ മോളും വളർന്നു വലുതായിരിക്കുന്നു. ഒരു ദിവസം വീട്ടിലിരിക്കുകയായിരുന്ന ശങ്കരനാരായണന് ഒരു കോൾ വരികയാണ്. അയാൾ കോൾ എടുക്കുമ്പോഴേക്കും അപ്പുറത്ത് വേദയായിരുന്നു. ഹലോ അച്ഛ, ഞാനാ എന്ന് വേദ പറയേ. അമ്പരപ്പോടെ ശങ്കരനാരായണനും എഴുന്നേറ്റ്, മോളെ നീയോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എക്സൈറ്റഡ് ആവാതെ, എന്റെ കോൾ വന്നൊന്ന് ആരും അറിയരുത്, അമ്മയോട് പോലും പറയരുതെന്ന് വേദ പറയുന്നുണ്ട്. മോളെ, എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നു. ആരോടും പറയാതെ എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? ഇനി നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നച്ഛൻ പറയേ. എനിക്കച്ഛനെ ഉടനെ കാണണം. കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് വേദ പറയുന്നുണ്ട്. നീ എവിടെയുള്ളത്? ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാമെന്ന് അച്ഛനും പറയുകയാണ്. ഞാനിപ്പോ മസൂരിയിലാണ് എന്ന് വേദ പറയുന്നതുകൾക്ക്, മസൂരിയിലോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. യെസ്, ഐ ആം ഇൻ എ ട്രെയിനിങ് പീരീഡ് എന്ന് വേദ പറയുന്നതുകൾക്ക്, ട്രെയിനിങ്ങോ, അതും മസൂരിയിൽ എന്ന് അച്ഛനും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതെ, സിവിൽ സർവീസ് തന്നെ എന്ന് വേദ പറയുന്നതുകൾക്ക്, വേദ വാട്ട് എ ഗുഡ് ന്യൂസ് എന്ന് അച്ഛനും സന്തോഷത്തോടെ പറയുകയും, ആരും അറിയരുത്, ആരോടും പറയരുത്, ഉടനെ തന്നെ നേരിൽ കാണണം, ബാക്കി അപ്പോ പറയാം, ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞ് വേദ കോൾ വെക്കുകയാണ്. അവൾ കോൾ വെച്ച് കഴിയുമ്പോഴേക്കും ശങ്കരനാരായണനും അവൾ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുക്കുക. അച്ഛാ, എക്സൈറ്റഡ് ആവരുത്, എന്റെ കോള് വന്നൊന്ന് ആരും അറിയരുത്, അമ്മയോട് പോലും പറയരുതെന്ന് അവൾ പറഞ്ഞത്. പിന്നീട് മസൂരിയിലെ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ശങ്കരനാരായണൻ എത്തുകയാണ്. ചെക്കിങ്ങിന് ശേഷം പേരെഴുതി സൈൻ ചെയ്യുമ്പോഴേക്കും ശങ്കരനാരായണനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. പിന്നീട് വേദയെ കണ്ട് ചേർത്ത് പിടിച്ച് അച്ഛൻ പറയുന്നുണ്ട്, ഏതൊരച്ഛനും അഭിമാനത്തിന്റെ നിമിഷമാണിത്. മകൾ സ്വന്തം നിലയിൽ പഠിച്ച് ഇങ്ങനൊരു നിലയിലെത്താൻ ശ്രമിക്കുക. പക്ഷേ അതിൽ ആനന്ദിക്കാൻ എനിക്കാവുന്നില്ലല്ലോ മോളെ എന്നച്ഛൻ പറയുന്നതുകൾക്ക് വേദ ഒരു ചിരിയോടെ നിൽക്കുകയാ. ഞാൻ നേരത്തെ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. ഇത്രയും കാലം എന്നെ പോലും അറിയിക്കാതെ നീ ഇങ്ങനെ മറഞ്ഞു നിന്നത് എന്തിനാണെന്ന് അച്ഛൻ ചോദിക്കേ. അത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാലോ എന്ന് വേദയും ചോദിക്കുക. എങ്കിലാ കുഞ്ഞെവിടെ? നീ പ്രഗ്നന്റ് ആയിരുന്നുവെന്ന് ശ്രീകാന്ത് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ശ്രീകാന്തും ദർശനും ഇപ്പോ ഒറ്റ സംഘമാണ്. അവർ നിന്നെയും കുഞ്ഞിനെയും ആക്രമിക്കുമെന്ന ഭയമാണ് നിന്നെ ഇങ്ങനെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോ ആ കുഞ്ഞെവിടെയെന്ന് അച്ഛൻ ചോദിക്കുക. പറയുവാണെങ്കിൽ ഒരുപാട് പറയണം അച്ഛാ. ഞാൻ എന്തു പറഞ്ഞാലും അച്ഛന് തൃപ്തിയാവില്ല. ഒരു 100 ചോദ്യങ്ങൾ അച്ഛൻ അതിനെപ്പറ്റി ചോദിക്കാനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാത്തിനും ഉത്തരം പറയാൻ എനിക്കാവില്ല എന്ന് വേദ പറയുന്നതുകൾക്ക്, എന്ന് വെച്ചാ ഇന്ന് അച്ഛനും സംശയത്തോടെ ചോദിക്കുക. ഒരു ദിവസം ഞാൻ എല്ലാം പറയാം, വാ അച്ഛൻ ഇരിക്കെന്ന് പറഞ്ഞ് വേദ വിളിക്കുന്നുണ്ട്. അവർ ടേബിളിലേക്ക് ഇരിക്കുമ്പോഴേക്കും അച്ഛന് കോഫി അല്ലെന്ന് ചോദിച്ച് വേദ 2 കോഫി ഓർഡർ ചെയ്യുക.
വിക്രത്തിന്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് വേദ ചോദിക്കുകയാണ്. കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെങ്കിൽ അത്ര സ്ട്രോങ് ആയ തെളിവ് വേണം. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കുറപ്പാ, പക്ഷേ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നച്ഛൻ പറയുന്നതുകൾക്ക് ശ്രീയേട്ടൻ ഇപ്പോഴും പിന്നാലെ തന്നെയുണ്ടെന്ന് എനിക്കറിയാം. ഇനി കുറച്ചു കാലത്തേക്ക് അത് ഒഴിവാക്കണം. അത് വിദഗ്ധമായി അച്ഛൻ തന്നെ നിറവേറ്റണം എന്നവൾ പറയേ ഞാൻ എന്തു ചെയ്യണം എന്ന് അച്ഛനും ചോദിക്കുക. അതിനുള്ള പ്ലാൻ എല്ലാം അവൾ അച്ഛന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർക്കുള്ള കോഫി എത്തുകയാണ്. കോഫി എടുത്തുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് ചൊറിയുന്നത് പോലെ ഇതൊരു തെറ്റായ നീക്കമാവോ എന്നച്ഛൻ സംശയത്തോടെ ചോദിക്കേ. ഒരിക്കലുമില്ല അച്ഛൻ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്ന് വേദയും ഉറപ്പിച്ചു പറയുക. അച്ഛാ, എനിക്ക് സമയമില്ല, ക്ലാസ് ഉണ്ട്, കുറച്ചു നാളുകൂടി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സ് കഴിയും, പിന്നെ സ്ട്രെയിറ്റ് അലോട്ട്മെന്റും ഫീൽഡ് ട്രെയിനിങ്ങുമാണ്, പിന്നെ വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം സെൻട്രലിൽ ഒരു തപസ് പോലെ ഈ കാലയളവിലൂടെ കടന്നു പോവാൻ തുടങ്ങാണ് ഞാൻ. എനിക്ക് പുറകെയുള്ള എല്ലാ അന്വേഷണങ്ങളും കുറച്ചു കാലത്തേക്ക് നിലയ്ക്കണം. അതിനച്ഛൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം, വരട്ടെ എന്ന് പറഞ്ഞവൾ തന്റെ കോഫി എടുത്ത് കുടിക്കുമ്പോഴേക്കും ഇത്ര ദൂരം ഇവിടെ വന്നിട്ടും ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ലെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ വിക്രമിനെ കാണണം. ഈ ഭൂമിയിലെ ഏതോ ഒരു മൂലയിൽ ഞാൻ കാത്തിരിപ്പുണ്ടെന്ന് പറയണം. ഒരുപാട് സർപ്രൈസുകളുമായി ഞാൻ തിരിച്ചെത്തുമെന്നും പറയണം. നമ്മൾ തമ്മിൽ കണ്ട കാര്യം പക്ഷേ ആരും അറിയരുത്. ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചോളാം, വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛന്റെ ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഉത്തരം നൽകാതെ വേദ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശങ്കർ നാരായണനെ കാണാനായി ശ്രീകാന്ത് വിളിച്ചു വരുത്തുകയാണ്. എന്താ നീ കാണണമെന്ന് പറഞ്ഞത് എന്നച്ഛൻ ചോദിക്കേ. ശ്രീകാന്തും പരിഹാസത്തോടെ കൈകൂപ്പി, ബഹുമാന്യനായ പിതാശ്രീ, അങ്ങയുടെ ഈ മകനെ ആ രാജകൊട്ടാരത്തിലേക്ക് കയറ്റാറില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവുള്ളം ഉണർത്തിക്കാൻ തോന്നിയപ്പോ വഴിയിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്നു. ക്ഷമിക്കണം എന്ന് ചിരിയോടെ പറയെ. പരിഹസിക്കാൻ നിൽക്കാതെ കാര്യം പറയുന്ന ശങ്കരനാരായണനും. അയ്യോ, ഞാൻ പരിഹസിച്ചതൊന്നുമല്ല, നിങ്ങളൊക്കെ കൂടി എന്നെ പരിഹാസ്യനാക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പോ ഒന്ന് കണ്ടു പോവാമെന്ന് കരുതി. നിങ്ങളൊരു യാത്ര പോയി വന്നറിഞ്ഞു. അത് വടക്കോട്ടായിരുന്നു മനസ്സിലായി. മകളെ രഹസ്യമായിട്ട് കാണാൻ പോയതാണോന്ന് സംശയം തോന്നി. അത് നേരിട്ട് അറിയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണെന്ന് ശ്രീകാന്ത് ചിരിയോടെ പറയുന്നുണ്ട്. അതിനവളുടെ പിന്നാലെ അലയുന്നത് ഞാനല്ലല്ലോ, നീയല്ലേ. എത്രയോ നാളുകളായി നീ അത് ചെയ്യുന്നു. ആ നീക്കങ്ങളൊന്നും ഞാൻ അറിയില്ലെന്നാണോ നീ കരുതിയത്? എങ്ങനെ മനസ്സ് വരുന്നടാ? ഏതായാലും സ്വന്തം ചോരയല്ലേ എന്നച്ഛൻ ചോദിക്കുന്നതുകൾക്ക് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അല്ലെങ്കിലും നിങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്ന്. കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഉടനെ മുത്തശ്ശന്റെ കമ്പനികൾ നോക്കി നടത്താൻ തുടങ്ങിയ ഒരാളാ ഞാൻ. നിങ്ങൾ ജഡ്ജായതുകൊണ്ട് ബിസിനസിന്റെ ഒരു തലവേദനയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നെ സഹായിക്കാൻ എല്ലാ കാലത്തും അങ്കിളെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ ബിസിനസ്സുകളും വളർത്തി വലുതാക്കിയപ്പോ അങ്ങേരുടെ ഒടുക്കത്തെ ഒരു വില്ല്. അങ്ങനെ ഒരു വില്ലിന്റെ കാര്യം നിങ്ങൾ എന്നോട് തുടക്കത്തിലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ യൗവനം മുഴുവൻ ആ കമ്പനിയിൽ ഹോമിക്കുമായിരുന്നു. നോക്കി നടത്താനും വളർത്തി വലുതാക്കാനും ഞാൻ. എന്നിട്ടോ അവകാശം മുഴുവൻ ഏതോ തെണ്ടിക്ക് വേദിയിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനും. അങ്ങനൊരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ ഞാൻ അനുവദിക്കു വച്ചാ എന്ന് ശ്രീകാന്ത് ചിരിയോടെ ചോദിക്കേ. അങ്ങനൊരു കുഞ്ഞ് ഇനി പിറക്കാൻ പോകുന്നില്ലെങ്കിലോ എന്ന് ശങ്കരനാരായണനും ചോദിക്കുക. അത് കേൾക്കെ പൊട്ടി ചിരിയോടെ, അങ്ങനെ വരട്ടെ, അപ്പോ അച്ഛൻ അവളെ കണ്ടെത്തിയല്ലേ എന്ന് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്. ഇല്ല, കണ്ടെത്താൻ പരിശ്രമിച്ചു, നടന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞുമായി ഇവിടെ എത്തുമായിരുന്നു. അതെനിക്ക് ഉറപ്പുണ്ടെന്ന് അച്ഛനും പറയുകയാണ്. അത് വിശ്വസിച്ച് ശ്രീകാന്തും, ഇനി ഏതായാലും നിങ്ങൾ അതിന് കാത്തിരിക്കണ്ട. ആ സാധ്യത ഇല്ലാതായി കഴിഞ്ഞു. ദില്ലിയിൽ ഗർഭിണിയായ നിലയിലെ അവളെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. ദില്ലിയിലെ ആശുപത്രിയിൽ വെച്ച് അവളോട് സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെയും കണ്ടെത്തിയിരുന്നു. പക്ഷേ പേര് വേദ എന്നായിരുന്നില്ല. അത് മനഃപൂർവ്വം അവൾ മാറ്റിയതായിരിക്കും. പക്ഷേ ആ കുട്ടിയെ പ്രസവിക്കുന്നതുവരെ എന്റെ ആളുകള് കാവലുണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനനത്തിലെ മരിച്ചുപോയെന്ന് ആശുപത്രിയിൽ നിന്ന് രേഖ ലഭിച്ചു എന്നവൻ സന്തോഷത്തോടെ പറയുന്നതുകൾക്ക് ശങ്കരനാരായണനും ആലോചനയോടെ നിൽപ്പാ. അതുകണ്ട് ശ്രീകാന്തും എന്താ ആലോചിക്കുന്നത്? മകളുടെ കുഞ്ഞിനി എങ്ങനെ ഇതെല്ലാം കൈമാറുമെന്നാണോ എന്ന് പരിഹാസത്തോടെ ചിരിയോടെ ചോദിക്കേ. ശ്രീകാന്തേ, ജീവിതത്തിന്റെ അവസാന ലാപ്പിലാ ഞാൻ. ഇത്രയും കാലം ബിസിനസ് സ്ഥാപനങ്ങളും സ്വത്തുക്കളും സ്വന്തമാക്കാൻ കൂടെ നിന്ന നിന്റെ ചന്ദ്രശേഖരൻ അവസാനം എന്തു നേടി? ഒരു ബുള്ളറ്റിൽ അവസാനിച്ചില്ലേ നാളെ എന്നെയും കാത്തിരിക്കുന്നത്? അങ്ങനെ ഒരു ബുള്ളറ്റ് അല്ലെന്ന് ആര് പറഞ്ഞു? നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ആ സ്ഥാപനങ്ങളെല്ലാം നീയും കൂടി ചേർന്ന വളർത്തി വലുതാക്കിയത്. അന്ന് മുത്തശ്ശന്റെ വില്ലിൽ നിനക്ക് അർഹമായൊരു വിഹിതമുണ്ടായിരുന്നു. പക്ഷെ നിനക്കത് പോരായിരുന്നു. നിന്റെ ആർത്തിയെ ചന്ദ്രശേഖരൻ ഊതി കത്തിച്ചു. അയാൾ പോയപ്പോ ഒരിക്കലും ഇങ്ങനെയാവില്ലെന്ന് ഞാൻ കരുതിയ ദർശനും അതേ റോൾ ആവർത്തിക്കുന്നു. ശ്രീകാന്തെ, വേദ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനി അവൾ എപ്പോഴാണ് എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റി മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം ഞാൻ നടപ്പിലാക്കാൻ പോവുക. വില്ല് പ്രകാരം അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് അച്ഛൻ പറയുന്നതുകൾക്ക് മനസ്സിലായില്ല എന്ന സംശയത്തോടെ ശ്രീകാന്ത്. വേദയ്ക്കൊരു കുഞ്ഞില്ലാതിരിക്കുകയും സ്ഥാപനങ്ങൾക്ക് ഒരു അവകാശം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവയുടെ നടത്തിപ്പ് അവകാശം ഒരു ഇന്ററിം പീരീഡിലേക്ക് കുടുംബം നിശ്ചയിക്കുന്ന ഒരു അവകാശി ഏൽപ്പിക്കാമെന്നും ആ കാലയളവിന് ശേഷം അതേ ആൾക്ക് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കണമെന്നും
നിന്നുമാണ് ബില്ലിലെ ക്ലോസ്. എന്നച്ചൻ പറയുന്നത് കേൾക്കെ അതൊക്കെ എനിക്കറിയാം എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. സ്ഥിര അവകാശത്തിന് മുന്നോടിയായി ആ സ്ഥാപനങ്ങൾ ഒരു ഇന്റർവ്യൂ പീരീഡിലേക്ക് ഞാൻ നിനക്ക് എഴുതിത്തരാൻ പോവാ എന്നച്ചൻ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ശ്രീകാന്തും ചിരിക്കുക. അതിനുശേഷം അത് സ്ഥിരമായി നിനക്ക് തന്നെ വന്നു ചേരും എന്നച്ചൻ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ എന്റെ പൊന്നു പിതാശ്രീ, ഈ പണി ഇത്തിരി മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാട് ഒഴിവാക്കാമായിരുന്നു. ആ തെണ്ടി വിക്രമിൽ നിന്നും ഞാൻ അവളെ പിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് പോലും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. ഏതായാലും ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ എന്നവൻ പറയുകയാണ്. രജിസ്ട്രേഷന്റെ തീയതിയും സമയവും ഞാൻ അറിയിക്കാം, ഒപ്പിടാനായിട്ട് എത്തിയാൽ മതി എന്നച്ചൻ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ഉറപ്പെന്ന് സമ്മതിക്കുക ശ്രീകാന്ത്. അവനോട് യാത്ര പറഞ്ഞ് മനസ്സിലെന്തോ കണക്കുകൂട്ടി ഒരു ചിരിയുമായി ശങ്കരനാരായണൻ കാറെടുത്ത് പോവുകയാണ്. ശ്രീകാന്തും സന്തോഷത്തോടെ എവിടുന്ന് പോവുകയാ. ട്രെയിനിങ് പീരീഡിനിടയിൽ വേദയിടയ്ക്ക് സേതുലക്ഷ്മിയെ വിളിച്ച് വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നീട് വീഡിയോ കോളിലൂടെ അവൾ വീട്ടുവേലക്കാരിയോടും സംസാരിക്കുന്നുണ്ട്. നഴ്സറിയിൽ പഠിക്കുന്ന മോളുമായി തരുൺ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വീട്ടുജോലിക്കാരൻ വന്ന് ഡോർ തുറന്നു കൊടുക്കുകയാണ്. ബാഗും പുറത്തിട്ടിറങ്ങിയ ഗൗരി എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് തരുൺ വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് തരുൺ ഗൗരിയെ റൂമിൽ കിടത്തി ഉറക്കുമ്പോഴേക്കും സേതുലക്ഷ്മി വീഡിയോ കോളിലൂടെ അവളെ വേദയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ ഉറങ്ങട്ടെ, താൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വേദയും കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നീട് വേദ തരുണിന്റെ വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഗൗരി അവളെ കണ്ട് ഓടിയെത്തുകയാണ്. അവൾ മോളെ കോരിയെടുത്ത് ഉമ്മ കൊടുത്ത് മിടുക്കി കുട്ടിയായല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും തരുണും സേതുലക്ഷ്മിയും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തരുൺ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് വേദയുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി അച്ഛന്റെ മോള് വാ നമുക്ക് ഉള്ളിൽ പോയി കളിക്കാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. വേദ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സേതുലക്ഷ്മി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് വാ മോളെ എന്ന് വിളിച്ചവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുകയാ. സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും അവൾ തന്റെ പോസ്റ്റിംഗ് ഓർഡർ സേതുലക്ഷ്മിയെ കാണിക്കുകയാ. പോസ്റ്റിംഗ് ഓർഡറാ തമിഴ്നാട്ടില് എന്നവൾ പറയുന്നത് കേൾക്കെ സേതുലക്ഷ്മി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവളെ ചേർത്ത് പിടിക്കുകയാ. പക്ഷെ മോളിവിടെ ഒറ്റയ്ക്ക് എന്ന് വേദ ടെൻഷനോടെ ചോദിക്കേ. ഒറ്റയ്ക്കോ? ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ എന്തിനാ, ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ശരിയാവും, അമ്മയില്ലേ ഇവിടെ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ.